എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി 1 സങ്കീർത്തനം 2 വാക്യം. സങ്കീർത്തനം 1:2. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവ വചനത്തെ ധ്യാനിക്കുന്ന നാളുകളാണ് നോമ്പിൻ്റെ നാളുകൾ. ധ്യാനം എന്ന് പറയുന്നത് തിരുവചനത്തിലൂടെ ദൈവവുമായി നമ്മൾ സംവേദിക്കുന്ന ഏകാഗ്രമാകുന്ന നിമിഷങ്ങളാണ്. തീർച്ചയായും ഉൾക്കണ്ണുകൾ തുറക്കപ്പെട്ട് തിരുവചനത്തിൻ്റെ ആഴമായ സത്യങ്ങളിലൂടെ ദൈവിക ബന്ധത്തിൽ ആയിരിക്കുന്നതാണ് ധ്യാനം. സങ്കീർത്തനക്കാരൻ പറയുന്നു, രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ നമുക്ക് ഒരു സംശയം വരും, രാത്രിയിലും പകലും എല്ലാം ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? എന്താണ് ധ്യാനം? ഇവിടെ പറയുന്നു, വചനത്തിൽ സന്തോഷിക്കുന്നവർക്ക് മാത്രമേ വചനം ധ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ. തിരുവചനം ധ്യാനിക്കുന്നവർക്ക് ഇരിക്കേണ്ടിയ ഇടത്തും നിൽക്കേണ്ടിയ ഇടത്തും നടക്കേണ്ടിയ ഇടത്തുമെല്ലാം ദൈവിക ആലോചനയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ പ്രതീക്ഷകൾക്ക് ഭംഗം വരാത്ത ജീവിതം ദൈവം തമ്പുരാൻ നമുക്ക് നൽകും. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിൻ്റെ ഇല എപ്പോഴും പച്ചയായും പുഷ്ടിയായും നിൽക്കുന്നത് പോലെ തന്നെ രാപ്പകൽ ധ്യാനിക്കുന്നവരുടെ ജീവിതം എപ്പോഴും പുതുമയും പുഷ്ടിയും നിലനിർത്തുന്ന ജീവിതമായിരിക്കും. നമുക്ക് പുതിയ പുതിയ കാഴ്ചപ്പാടുകളെയൊക്കെ നൽകുന്നുവെന്ന് 77 സങ്കീർത്തനത്തിലുണ്ട്. 143 സങ്കീർത്തനത്തിൽ പറയുന്നു, ധ്യാനത്തിൻ്റെ ഫലം ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു, നിന്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു. ജാഗ്രതയോടെ തന്നെത്താൻ ശോധന കഴിക്കുന്നതിനുള്ള ഒരു മനസ്സൊരുക്കം നമുക്ക് ലഭിക്കുന്നത് ധ്യാനത്തിലാണ്. നമുക്കെല്ലാവർക്കും നമ്മെക്കുറിച്ച് വലിയ മതിപ്പും നല്ല അഭിപ്രായവുമാണ്. നമ്മുടെ പരാധീനതകളും പരാജയങ്ങളും ഒരു പരിധിവരെ നമ്മുടെ തന്നെ കുഴപ്പം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാൻ മിക്കപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ ധ്യാനത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മൾ പലപ്പോഴും നമ്മെ തന്നെ ശോധന ചെയ്യാൻ ദൈവം അവസരം ഒരുക്കി തരുന്നു. നമ്മൾ വായിക്കുമ്പോൾ ധ്യാന അവസരങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ചില പ്രത്യേകതകളിൽ ഒന്ന്, മനം ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ്റെ വാക്കുകൾ കടമെടുക്കുമ്പോൾ മനം ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു, സ്പിരിറ്റ് ഓവർവെൽംഡ്. മറ്റൊന്ന്, ഹൃദയം സ്തംഭിച്ചിരിക്കുന്നു, ഹാർട്ട് ഇൻ ഡിസ്ട്രസ്. പ്രാണൻ വരണ്ട നിലം പോലെ ദാഹിക്കുന്നു, സോൾ ലോങ്സ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടില്ലാത്തവർ വളരെ വിരളമായിരിക്കും. അപ്പോഴൊക്കെ ഒന്നേ ചെയ്യാനുള്ളൂ, തിരുവചനം ധ്യാനിക്കുക. പരിണിത ഫലം വളരെ പ്രകടമായിട്ട് തന്നെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതായത്, അവിടുത്തെ വഴി വിശുദ്ധമാകുന്നുവെന്നും അവിടുത്തെ വഴി സമുദ്രത്തിലും പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നുവെന്നും അവൻ കണ്ടെത്തുന്നു. ഈ വലിയ കാഴ്ചപ്പാട് ലഭിച്ചത് സങ്കീർത്തനക്കാരന് ധ്യാനത്തിലൂടെയാണ്. രാത്രികാലങ്ങളിൽ അന്തരംഗം ഉപദേശിക്കുന്നുവെന്ന് 16 സങ്കീർത്തനത്തിലുണ്ട്. ബുദ്ധി ഉപദേശിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ശ്രദ്ധിക്കാനുള്ള മനസ്സുള്ളവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവിടുത്തെ നല്ല ആത്മാവ് തന്നിൽ ആശ്രയിക്കുന്നവരെ സകല സത്യത്തിലും വഴി നടത്തും. ആരൊക്കെ എന്നൊക്കെ ആലോചനയ്ക്കായി ആ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ, അവരെയൊക്കെ പ്രകാശിപ്പിക്കുകയും ദൈവിക ജ്ഞാനത്താൽ നിറയ്ക്കുകയും ചെയ്ത ദൈവമാണ് നമ്മുടെ ദൈവം. തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 4 അധ്യായത്തിൽ കാണുന്നു, നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന്. അപ്പോൾ നമ്മുടെ അഭിവൃദ്ധിക്ക് അത്യാവശ്യമായതാണ് ധ്യാനം. തിരുവചനം ധ്യാനിക്കുകയും അതിൽ പൂർണ്ണമായി അർപ്പിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി
ദൈവിക പ്രകാശത്താലും ദൈവിക ജ്ഞാനത്താലും നിറഞ്ഞ ഒരു വ്യക്തിയായി ക്രമേണ രൂപാന്തരപ്പെടും. തിരുവചനം ധ്യാനിക്കുന്ന ഓരോ വിശ്വാസിക്കും സാക്ഷ്യം വളരെ ബലത്തോടെ, ധൈര്യത്തോടെ നിർവഹിക്കാൻ സാധിക്കുന്നു. അങ്ങനെയുള്ളവരുടെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രകടമായിരിക്കും. വെളിച്ചമുണ്ടെങ്കിൽ പ്രകാശിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഈ ധ്യാനത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകാം. തിരുവചനം ധ്യാനിച്ച് ബലപ്പെടാൻ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ രാത്രി പറ്റിയ സമയമാണ്, എന്നാൽ രാപ്പകൽ അതിന് നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ശ്രദ്ധയോടെ നമ്മെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ സ്വർഗീയ ബലത്താൽ ദൈവം നമ്മളെ നിറയ്ക്കും. അങ്ങനെ ബലപ്പെടുമ്പോൾ സന്തോഷത്തോടെയും സ്തുതിയോടെയും കൂടെ നമുക്ക് പുതിയ അനുഭവങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ സാധിക്കും. എവിടെയായിരുന്നാലും ഏത് സന്ദർഭമായിരുന്നാലും രാപ്പകൽ ദൈവവചനം ധ്യാനിപ്പാൻ ഭാഗ്യമുള്ളവരായിരിക്കാൻ, ഫലമുള്ളവരായിരിക്കാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനം രാപ്പകൽ ധ്യാനിക്കുന്ന അനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നതോർത്ത് സ്തോത്രം. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വേലകളുടെ മധ്യത്തിലും ഞങ്ങളുടെ മറ്റ് ജീവിത ഇടപെടലുകളിലും ദൈവവചനത്തെ ധ്യാനിപ്പാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ. കർത്താവേ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന തിരക്കുകൾ ഒരുപാടുള്ള ഈ ലോക ജീവിതത്തിൽ ദൈവ ധ്യാനത്തിനായി ഞങ്ങളുടെ സമയങ്ങളെ വേർതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഫലമുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നു. അടിയങ്ങളോട് കൂടെ ഇരുന്ന് ആലോചന നൽകി വഴി നടത്തണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നൽകുന്ന നല്ല അനുഗ്രഹങ്ങളെ നന്ദിയോടെ സ്വീകരിച്ചും അനുഭവങ്ങളിലൂടെ വളരുവാനും ഇടയാക്കണമേ. യേശു മശീഹയുടെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.